എ അഡ്വാൻസ് ഫിലിം മേക്കിംഗ് കോഴ്സിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ചിത്രം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ്. ഒരു ഫിലിം മേക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബേസിക് പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇമേജ് പോലും നിർമ്മിക്കാൻ അറിയാത്തവരും ഉണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ സ്വന്തമായിട്ട് എ വെച്ച് അവരുടെ മനസ്സിലുള്ളതുപോലുള്ള ഒരു ചിത്രം നിർമ്മിക്കുവാൻ തന്നെ സാധിക്കുന്നതാണ്. മാത്രമല്ല ഒരു ചിത്രത്തെ സിനിമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെ നല്ല രീതിയിൽ നിർമ്മിച്ചെടുക്കാമെന്നതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട പ്രോംപ്റ്റ് എങ്ങനെയാണ് എക്ക് നൽകുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയും. ശരിക്കും ഒരു ഫിലിം ഡയറക്ടർ എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിലിം മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമെങ്കിലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തിയറി ഒന്നും പറയുന്നില്ല, നേരെ പ്രാക്ടിക്കലിലേക്ക് പോകാം. ആദ്യം ഞാനൊരു ബേസിക് പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ജെമിനിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ജെമിനി ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ചിത്രം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ചിത്രത്തിൻ്റെ സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. താഴെ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ ഒരു പ്രോംപ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നത് ഒരു യുവാവ് റോഡിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇത്രയും മാത്രം പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനത് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്കിവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ കൊടുത്ത ആ പ്രോംപ്റ്റ് ആ രീതിയിൽ ഒരു ഇമേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ആ ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ സൈഡിലായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നു, റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു, പിന്നെ കടകളൊക്കെ കാണാൻ സാധിക്കും. ആ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കൊടുത്തിട്ടുള്ള വെറും ഒരു ചുരുങ്ങിയ പ്രോംപ്റ്റാണ് കൊടുത്തത്. പക്ഷേ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു സാധാരണ ചിത്രമാണിത്. ഇനി ഞാൻ ആദ്യം കൊടുത്ത അതേ പ്രോംപ്റ്റ് ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി കൊടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി കമാൻഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യുകയാണ്. സിനിമാറ്റിക് ലൈറ്റിംഗ് എന്നൊരു കമാൻഡ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഓരോ കമാൻഡുകൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കോമ ഇട്ട് പോവുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ കമാൻഡും എഴുതിയതിനു ശേഷം കോമ ഇടാൻ മറക്കരുത്. സിനിമാറ്റിക് ലൈറ്റിംഗ് എന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്ത് പിന്നെ വീണ്ടും ഒരു കമാൻഡ് കൊടുക്കുകയാണ്. സിനിമാറ്റിക് കോമ്പോസിഷൻ എന്നുകൂടി കൊടുക്കുന്നു. അതും കോമയിട്ട് വീണ്ടും ഒരു കമാൻഡ് കൂടി ആഡ് ചെയ്യുകയാണ്. ഡെപ്ത് ഓഫ് ഫീൽഡ്, ഇതൊക്കെ എന്താണെന്ന് പിന്നീട് നമ്മൾ പഠിക്കും. അതും കോമയിട്ട് വീണ്ടും ഒന്നുകൂടി കൊടുക്കുകയാണ്. 8K അൾട്രാ റിയലിസ്റ്റിക് എന്നുകൂടി ഞാൻ ഈ ഒരു പ്രോംപ്റ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ആ ഒരു പ്രോംപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഈ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ആ ഒരു ചിത്രം ഇവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കൊടുത്ത ആ പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് കിട്ടിയ ആ ഒരു ചിത്രവും ഈ ഒരു ചിത്രവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രം സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സിനിമാറ്റിക് സ്റ്റൈലായിട്ടുണ്ട്. നേരത്തെ കിട്ടിയ ചിത്രത്തിനേക്കാൾ കുറച്ചുകൂടി നന്നായി കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് സ്റ്റൈൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ആ ഒരു പ്രോംപ്റ്റ് ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് കുറച്ചുകൂടി കമാൻഡുകൾ അതിൽ ആഡ് ചെയ്യുകയാണ്. മീഡിയം, ക്ലോസപ്പ്, ഷോർട്ട് എന്നുകൂടി ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കമാൻഡ് കൂടി കൊടുക്കുകയാണ്. ഡ്രാമാറ്റിക് ഷാഡോ,
ഡ്രാമാറ്റിക് ഷാഡോ എന്നുകൂടി ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് ഒന്നുകൂടി ആ ഒരു ചിത്രം ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോവാണ് ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട്. ഇനി എങ്ങനെയാണ് അതിൻ്റെ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ചിത്രം നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ 3 ചിത്രവും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിർമ്മിച്ച ആ ചിത്രത്തിന് ആദ്യം നിർമ്മിച്ച 2 ചിത്രത്തിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുണ്ട്, കുറച്ചുകൂടി സിനിമാസ്റ്റിക് സ്റ്റൈലായി വന്നിട്ടുണ്ട്. അത് സൂം ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്ന് കൊടുത്തുകൊണ്ടാണ് ആ ചിത്രം കുറച്ചുകൂടി അടുത്തായിട്ട് നമുക്ക് കാണുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും എന്താണ് മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ 3 ചിത്രം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം കൊടുത്ത സിമ്പിൾ പ്രോംപ്റ്റ് ആണ്, പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതിനകത്ത് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഓരോ പ്രോംപ്റ്റ് കൊടുത്ത് ചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുക, പിന്നീട് ആ പ്രോംപ്റ്റിൽ കുറച്ചുകൂടി ഞാൻ ഈ തന്നതുപോലെ കമാൻഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 3 ചിത്രങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കുക, എത്രത്തോളം വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ബേസിക് പ്രോംപ്റ്റ് എടുത്തിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതെന്നും ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഇമേജ് എങ്ങനെയാണ് ചുരുങ്ങിയ രൂപത്തിൽ ജനറേറ്റ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഇമേജുകൾ ജനറേറ്റ് ചെയ്ത് നോക്കുക.